നമസ്കാരം. റെക്കോർഡുകൾ ഒന്നൊന്നായി തകർത്ത് ക്രിക്കറ്റ് ലോകം ഭരിക്കുന്ന കിങ് കോഹ്ലി ഇനി ബ്രാൻഡ് വിപണിയിലെയും അനിഷേധ്യ രാജാവ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് മൂല്യമുള്ള സെലിബ്രിറ്റികളുടെ പട്ടികയിൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. പ്രമുഖ അന്താരാഷ്ട്ര ബിസിനസ് മാധ്യമമായ ഫോർച്യൂൺ ഇന്ത്യ ആഗോള ബ്രാൻഡ് കൺസൾട്ടൻസി സ്ഥാപനമായ ഇന്റർബ്രാൻഡുമായി ചേർന്ന് ചരിത്രത്തിലാദ്യമായി തയ്യാറാക്കിയ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ സെലിബ്രിറ്റികളുടെ റാങ്കിങ്ങിലാണ് കോഹ്ലി ഒന്നാമതെത്തിയത്. റിപ്പോർട്ടുകൾ പ്രകാരം 3542 കോടി രൂപയാണ് വിരാട് കോഹ്ലിയുടെ നിലവിലെ ബ്രാൻഡ് മൂല്യം. ബോളിവുഡിന്റെ ബാദ്ഷാ ഷാറൂഖ് ഖാനെയും ആഗോളതലത്തിൽ ശ്രദ്ധേയയായ നടി പ്രിയങ്ക ചോപ്രയും മറ്റ് ബോളിവുഡ് താരങ്ങളെയും പിന്നിലാക്കിയാണ് കോഹ്ലിയുടെ ചരിത്ര നേട്ടം. പട്ടികയിൽ ഷാറൂഖ് ഖാൻ രണ്ടാമതും പ്രിയങ്ക ചോപ്ര മൂന്നാമതുമാണ്. ഒരു സെലിബ്രിറ്റിയുടെ വെറും വാർഷിക വരുമാനമോ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനുകളോ പരസ്യ കരാറുകളിൽ നിന്ന് ലഭിക്കുന്ന തുകയോ മാത്രം നോക്കിയല്ല ഈ പുതിയ റാങ്കിംഗ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. വ്യക്തിഗത ബ്രാൻഡുകളുടെ വിപണിയിലെ ആധികാരികത, ജനപ്രീതി, വ്യക്തിരക്തത, വിപണിയിലെ സാന്നിധ്യം, സാമൂഹ്യ പ്രതിബദ്ധത തുടങ്ങിയ 10ലധികം കർശനമായ മാനദണ്ഡങ്ങൾ കൃത്യമായി വിലയിരുത്തിയാണ് ഫോർച്യൂൺ ഇന്ത്യ ഈ ബ്രാൻഡ് മൂല്യം നിശ്ചയിച്ചിരിക്കുന്നത്. കളിക്കളത്തിലെ കോഹ്ലിയുടെ അസാമാന്യ ഫോമും കായിക രംഗത്തിന് പുറത്ത് യുവതലമുറയെ സ്വാധീനിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും സോഷ്യൽ മീഡിയയിലെ ഭീമമായ ജനപ്രീതിയുമാണ് കോഹ്ലിയെ വിപണിയിലെ ഏറ്റവും വിശ്വസ്തനായ ബ്രാൻഡാക്കി മാറ്റിയത്. ഇൻസ്റ്റാ ലോകത്തെ സൂപ്പർ താരമാണ് കോഹ്ലി. ഇന്ത്യൻ വിപണിയെ കാലങ്ങളായി ഭരിച്ചിരുന്നത് ബോളിവുഡ് താരങ്ങളാണെന്ന ചരിത്രമാണ് വിരാട് കോഹ്ലി തിരുത്തിക്കുറിച്ചത്. കായിക രംഗത്ത് നിന്നുള്ള താരങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ബ്രാൻഡുകളായി മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ റിപ്പോർട്ട് അടിവരയിടുന്നു. വിരാട് കോഹ്ലിക്ക് പുറമെ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ MS ധോണിയും സച്ചിൻ ടെണ്ടുൽക്കറും ആദ്യ 10 ഇടം പിടിച്ചിട്ടുണ്ട്. മുൻ ഇന്ത്യൻ നായകൻ MS ധോണി 4-ാം സ്ഥാനത്തും മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ 8-ാം സ്ഥാനത്തുമാണ്. ആദ്യ 3 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ച ഏക വനിതാ താരമെന്ന ബഹുമതി പ്രിയങ്ക ചോപ്ര സ്വന്തമാക്കി. ഫോർച്യൂൺ ഇന്ത്യ ഇന്റർ ബ്രാൻഡ് റാങ്കിംഗ് പ്രകാരം ആദ്യ 10 ഇടം പിടിച്ച മറ്റ് സെലിബ്രിറ്റികൾ ഈ പറയുന്നവരാണ്. രൺവീർ സിംഗ് 5-ാം സ്ഥാനം, അക്ഷയ് കുമാർ 6-ാം സ്ഥാനം, അമിതാഭ് ബച്ചൻ 7-ാം സ്ഥാനം, ആലിയ ഭട്ട് 9-ാം സ്ഥാനം, അല്ലു അർജുൻ 10-ാം സ്ഥാനം. പട്ടികയിലെ ഏക ദക്ഷിണേന്ത്യൻ താരവും അല്ലു അർജുനാണ്. യുവതലമുറയ്ക്കിടയിൽ വിരാട് കോഹ്ലിക്കുള്ള അന്ധമായ സ്വാധീനവും ആഗോളതലത്തിലുള്ള അദ്ദേഹത്തിന്റെ ബ്രാൻഡ് അപ്പീലുമാണ് ബോളിവുഡ് സൂപ്പർ താരങ്ങളെ പോലും അനായാസം മറികടക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. തുടർച്ചയായി 2 IPL കോഹ്ലിയുടെ RCB നേടിയിരുന്നു. ഇന്ത്യയിലെ കായിക താരങ്ങളുടെ പട്ടികയിലെ ആസ്തിയിലും മുന്നിലാണ് വിരാട് കോഹ്ലി. 2008-ൽ ഇന്ത്യയുടെ ദേശീയ ടീം കുപ്പായമണിഞ്ഞപ്പോൾ വിരാട് കോഹ്ലിയുടെ ആസ്തി 1050 കോടി രൂപയോളമാണെന്നും വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഭാര്യയും ബോളിവുഡ് താരവുമായ അനുഷ്ക ശർമ്മയ്ക്ക് 250 കോടി രൂപയുടെ ആസ്തിയുമുണ്ട്. സംയോജിത ആസ്തി 1250 കോടി രൂപയോളമാണ്. IPL വഴി മാത്രം ഇതിനകം 200 കോടിയിലധികം രൂപ ഇന്ത്യയുടെ ഈ മുൻ ക്യാപ്റ്റൻ നേടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഏതാണ്ട് 30ഓളം ബ്രാൻഡുകളുടെ അംബാസിഡറാണ് കോഹ്ലി. MRF, ഔഡി ഇന്ത്യ, പ്യൂമ, മിന്ത്ര, പെപ്സി, നെസ്ലെ, കോൾഗേറ്റ്, റോങ്, ഫിലിപ്സ്, ഹീറോ, ഫാസ്റ്റ് ട്രാക്ക്, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, മാനുവർ, ടൊയോട്ട, മൊബൈൽ പ്രീമിയർ ലീഗ് എന്നിവയും അതിൽ ഉൾപ്പെടുന്നു. കോഹ്ലിക്കും അനുഷ്കയ്ക്കും മുംബൈയിലും ഗുരുഗ്രാമിലും കോടികളുടെ മൂല്യമുള്ള വസതികളുണ്ട്. ഔഡി, ബെൻലി, ബെൻസ് തുടങ്ങിയവയുടെ വാഹനങ്ങളും ഇവർക്കുണ്ട്. കായിക മേഖലയുടെയും കായിക രംഗത്ത് ചൂടുവെക്കാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ക്ഷേമം ഉന്നമിട്ടുള്ളതാണ് കോഹ്ലി 2013-ൽ ആരംഭിച്ച വിരാട് കോഹ്ലി ഫൗണ്ടേഷൻ. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും VKF ഊന്നൽ നൽകുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് കോഹ്ലി.